കർത്താവിന്റെ വലിയ രക്ഷാകര പെരുന്നാളിന്റെ ഈ ദിവസത്തില് ദൈവത്തോടുകൂടി ചേരുവാനും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന് സാധാരണക്കാരനായ ഒരുവനായി ഈ ലോകത്തെ ജനിച്ച് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത ആ ദൈവത്തിന്റെ വലിയ മഹത്വം എന്ന് പറയുന്നത് നമ്മളോടുള്ളതായ ദൈവത്തിന്റെ ആർദ്രതയും സ്നേഹവുമാണ്. യേശുവിന്റെ ജനനം തന്നെ വലിയൊരു മിറക്കിളസ് ആയിരുന്നു. കാരണം ശാരീരിക പിതാവില്ലാതെ കന്യാമറിയാമിൽ നിന്ന് യേശു ക്രിസ്തു ജനിച്ചു. പരിശുദ്ധാത്മാവിനാല് അവളിൽ നിന്ന് അവളിൽ ആവസിച്ച് ആ പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി ശാരീരിക പിതാവില്ലാതെ ഈ ലോകത്ത് ദൈവം യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ആ ജനനത്തിന് വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. ശാരീരിക പിതാവില്ലാതായ ജനനം ഒരു കന്യകയുടെ ഗർഭപാത്രത്തിനോ പ്രസവത്തിനോ യാതൊരു ഭംഗവും വരാതെ അവള് നിത്യകന്യകയായി തന്നെ ഒരു ശിശുവിന് ജന്മം കൊടുക്കുവാനുള്ള ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ സഹായം, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വലിയ കരുണ. ഈ ദൈവം മനുഷ്യർക്ക് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചതായ മനുഷ്യരെ ഒക്കെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. പൈശാചി അടിമത്തത്തിൽ പെട്ടുപോയ തന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചതായ മനുഷ്യരെ മുഴുവനും ആ അബ്രാഹാമെ സന്തതികളെ അല്ലെങ്കിൽ ആദാമിന്റെ മക്കളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് പുതുജീവനും അന്ധകാരത്തിലിരിക്കുന്ന ജനതയ്ക്ക് പുതിയ പ്രകാശവും നൽകുന്നതിന് വേണ്ടി താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ലോകത്തിൽ വെച്ച് സ്വർഗീയ രഹസ്യങ്ങളെ കുറിച്ച് നമ്മളെ അറിയിച്ചു തന്നു. യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങള്, പഠിപ്പിക്കലുകള്, ഉപമകള്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും കരുതുകയും ചെയ്യുന്നതൊക്കെയും ഈ ലോകത്തിന് മുമ്പിൽ കാണിച്ചു തന്നത് ദൈവത്തിന് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂവെന്നും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും രക്ഷ പ്രാപിക്കുമെന്നുള്ളതായ വലിയ പ്രത്യാശയുടെ അനുഭവം മനുഷ്യർക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. ക്രിസ്മസ് ദിനത്തില് ജനിച്ചതായ ഉണ്ണിയേശു, ആ ശിശു നമ്മളെ പോലെയാണ്. ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തുന്നത് പോലെ അതിന് പരിചരണം ആവശ്യമാണ്, അമ്മയുടെ സംരക്ഷണം ആവശ്യമാണ്. അതിന്റെ വളർച്ചയിലൊക്കെയും മാതാപിതാക്കളുടെ കരുതലും സ്നേഹവും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിന് ആവശ്യമാണ്. എന്നാൽ നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നോ വ്യത്യസ്തമായിട്ടുള്ളത് ഈ ശിശു ദൈവമായിരുന്നു എന്നുള്ളതാണ്. ദൈവം മനുഷ്യരുടെ ഇടയില് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുകയും അതിനൊക്കെയും പേരുവിടുകയും ഈ ലോകത്തിലെ കാറ്റുകളും കൊടുങ്കാറ്റുകളും ഒക്കെ ഉണ്ടാക്കുവാനും നീക്കുവാനും ഒക്കെ അധികാരമുള്ളവനായ കഴിവുള്ളവനായ ദൈവം ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ അവളെ ഉൾക്കൊണ്ടു, അവിടേക്ക് കടന്നു വന്നു, അവൾ അവിടെ വസിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയാമിനെ രണ്ടാം സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതായ ദൈവത്തിനെ തന്റെ ഉദരത്തിൽ കൊള്ളുവാൻ തക്കവണ്ണം, വഹിക്കുവാൻ തക്കവണ്ണം ആ കന്യക ശ്രേഷ്ഠയായി തീർന്നു. അത്രമാത്രം ദൈവം അവളെ കരുതി. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയാമിനെ രണ്ടാം സ്വർഗമെന്ന് വിളിക്കുന്നത്. ദൈവമാണ് സ്വർഗത്തിൽ വസിക്കുന്നത്. ദൈവവും മാലാഖമാരും പരിശുദ്ധന്മാരും നീതിമാന്മാരും വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം. അപ്രകാരം ഒരു സ്വർഗമാണ് യേശുവിന്റെ ജനനത്തോടുകൂടെ ഇവിടെ ഭൂമിയില് സംജാതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനന സമയത്ത് അനേക സ്വർഗീയ വൃന്ദങ്ങള് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പാടി പ്രകീർത്തിച്ചത്. സമാധാനം നടത്തുന്ന മനുഷ്യർക്ക് എപ്പോഴും സംപ്രീതിയാണ്. അവർക്ക് സ്വർഗത്തിന്റെ കരുണയുണ്ടാകും. സ്വർഗത്തിലെ മാലാഖമാരോടുള്ള വാസമാണ്, അവരോടൊരുമിച്ചുള്ളതായ സഹവർത്തിത്വമാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇനി ക്രിസ്തുമസിന്റെ ദിനത്തില് യേശു ക്രിസ്തുവിന്റെ ജനനം, ആ ജനനത്തിന്റെ കാരണം ഈ ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി താൻ സ്വയം ബലിയാകുന്നതിന് വേണ്ടി, നമ്മോടുകൂടെ ആയിത്തീരുന്നതിന് വേണ്ടി, നമ്മുടെ കൂടെ വസിക്കുന്നതിന് വേണ്ടി താൻ സ്വയം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജനിച്ചതിന്റെ ഓർമ്മയാണ്. അതാണ് ഈ ക്രിസ്മസ് ദിനം ഇന്ന് നമ്മളെ കൊണ്ടാടുന്നത്. ഇന്ന്
ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എന്നാൽ അത് വെറും ആഘോഷങ്ങളായി ഇന്ന് പല സ്ഥലങ്ങളിലും മാറുന്നു. ഇവിടെയൊക്കെയും നമുക്കറിയാം, ക്രിസ്മസ് എന്ന് ചോദിച്ചാല് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുവാനുള്ളതായും അല്ലെങ്കിൽ പുതിയ ഗിഫ്റ്റ് സ്വീകരിക്കുവാനും സെയിൽ പോയി ഷോപ്പിംഗ് നടത്തുവാനും ഒക്കെ ദിനമായി അനേകർ ഇന്ന് ക്രിസ്മസിനെ മാറ്റിയിരിക്കുക. അത് ബർത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് അറിയാത്ത അനേക ആളുകൾ ഇന്ന് വലിയ രൂപത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ യേശുവിന്റെ ജനനം നമുക്കൊരു പുതിയ പ്രകാശം നൽകുന്നതായിരിക്കണം. നമ്മുടെ യേശുവിന്റെ ജനനം നമുക്ക് നിത്യതയിലേക്കുള്ളതായ പ്രകാശത്തിലേക്കുള്ള വാതില് തുറക്കുകയാണ്. ആ പ്രകാശത്തിൽ വസിക്കുവാനും ആ യേശുവിനോട് ചേരുവാനും ഒരു മനുഷ്യന് സാധിക്കുമ്പോഴാണ് ക്രിസ്മസ് ആഘോഷം പൂർണ്ണമാകുന്നത്. അനേക ക്രിസ്മസ് ഇതിനോടകം നമ്മുടെ ജീവിതത്തിൽ നാം ആഘോഷിച്ചു. പക്ഷേ ക്രിസ്തു നമ്മളുടെ ഇടയിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ മനസ്സുകളിൽ ജനിച്ചില്ല എങ്കിൽ ഈ ലോകത്ത് നാം ഉള്ളിടത്തോളം കാലം എത്ര ക്രിസ്മസ് ആഘോഷിച്ചാലും അത് ക്രിസ്തുവിനെ അറിയാതെ ക്രിസ്മസ് ആഘോഷിക്കുന്നവരോട് തുല്യമായി തീരും. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കണം. സമാധാനത്തിന്റെ പ്രഭു ഓരോ കുടുംബങ്ങളിലും കടന്നു വന്ന്, ഓരോ മനുഷ്യ ജീവിതത്തിലും കടന്നു വന്ന് പ്രത്യാശയും സംതൃപ്തിയും സമാധാനവും ആ കുടുംബത്തിലും അതിൽ വസിക്കുന്നവർക്കും നൽകുമ്പോഴാണ് ക്രിസ്മസിന്റെ പ്രസക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അതാണ് ക്രിസ്മസിന്റെ മഹത്വം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ മാലാഖമാര് യേശുവിന്റെ ജനന ദിവസം വന്ന് അത്യുന്നതങ്ങളിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സംപ്രീതി എന്ന് ചൊല്ലിയതുപോലെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിലെ മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുവാൻ തക്കവണ്ണം ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുക്കമുള്ളവരായി തീരണം നമ്മൾ. എങ്കിലേ നമ്മുടെ ജീവിതത്തിലെ മാറ്റപ്പെടുന്നു. ദൈവം മനുഷ്യർക്ക് ഈ ലോകത്ത് തന്നിരിക്കുന്ന ആയുസ് വളരെ കുറവാണ്. എത്ര നാള് നാമൊക്കെ ഈ ലോകത്ത് നിന്ന് കാണുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ ദൈവം ആയുസ് തരുന്നിടത്തോളം കാലം എന്റെ ദൈവത്തിന്റെ തണലിൽ വസിക്കുവാനും ആ നിത്യതയിൽ എത്തിച്ചേരുവാനും ആ ദൈവത്തിന്റെ ജനന പെരുന്നാളിലും കഷ്ടാനുഭവങ്ങളിലും പങ്കാളിയായിക്കൊണ്ട് ആ ക്രിസ്തുവിന്റെ മഹത്വം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഒരു ക്രൈസ്തവന് സാധിക്കുമ്പോഴാണ് അവന്റെ ആരാധനയ്ക്ക് പ്രസക്തമുണ്ടാകുന്നത്, അവന്റെ പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ടാകുന്നത്, അവന്റെ ജീവിതത്തിന് വലിയ അല്ലെങ്കിൽ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി മാറുന്നു. അല്ലാതെ പേരിനൊരു ക്രൈസ്തവനായി നാം ജീവിച്ചതുകൊണ്ട് നമുക്കൊന്നും നേടുവാനില്ല. ഈ ക്രിസ്മസ് ദിനം സ്വർഗീയ മാലാഖമാരെ സന്തോഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തില് സന്തോഷത്തിന്റെ അനുഭവം വരുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ക്രിസ്മസ് നമ്മുടെ ഇടയിൽ വസിച്ച് ക്രിസ്തുവിന്റെ സന്ദേശം നമ്മുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും കലിയാടി സ്നേഹത്തിലും സാഹോദര്യത്തിലും സമാധാനത്തിലുമുള്ള ക്രിസ്മസ് ആയി ഈ ക്രിസ്മസ് ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുക. നമുക്കൊക്കെയും അറിയാം,